കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഇൻഹെറിറ്റൻസിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ക്ലാസ് കോൺ അത് കഴിഞ്ഞ് കോളൻ ഇട്ടിട്ട് പബ്ലിക് സർക്കിൾ എന്ന് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. അതിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു രീതി വരുന്നത് ഇൻഹെറിറ്റൻസിൽ മാത്രമാണ്. എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കോൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഏതിൻ്റെ ഉള്ളിലാണ്? സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സർക്കിളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, വേരിയബിൾസ് ആയാലും അതുപോലെ തന്നെ നമ്മൾ കുറേ മെത്തേഡ്സ് ആയാലും എന്തൊക്കെ സർക്കിളിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് കോൺ എന്ന ക്ലാസ്സിനകത്തും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഒരു വാക്ക് നമുക്ക് കാണാം, പബ്ലിക് എന്ന് കൊടുക്കുന്നു. എന്താണ് ഈ പബ്ലിക് എന്ന് പറയുന്നത്? പബ്ലിക് എന്നാൽ ആക്സസ് സ്പെസിഫയർ എന്നാണ് അതിനർത്ഥം. അതായത് ഏതൊരു പ്രോഗ്രാമിനകത്തും നമുക്ക് പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും പറഞ്ഞ് തരംതിരിക്കാറുണ്ട് ക്ലാസ് പ്രോഗ്രാമിൽ. അപ്പോൾ എന്താണ് ഉണ്ടാവണേ? ആ ക്ലാസ് പ്രോഗ്രാമിനകത്ത് പ്രൈവറ്റ് എന്ന് പറയുന്നത് അതിലുപയോഗിച്ചിട്ടുള്ളതായ എല്ലാ വേരിയബിൾസിനെയുമാണ്. അതേസമയം നമ്മൾ പ്രൈവറ്റ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആണെങ്കിൽ പബ്ലിക് എന്ന് പറയുന്നതിനകത്ത് എല്ലാ മെത്തേഡ്സുകളാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മെത്തേഡ്സ് നമുക്ക് ആ ക്ലാസ് പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇൻഹെറിറ്റൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ പബ്ലിക് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാമിൽ എല്ലാ ഭാഗത്തും അതിനെ ആക്സസ് ചെയ്യാം. പ്രൈവറ്റ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ മാത്രം. അതായത് ഇപ്പോൾ നമ്മൾ ബേസ് ക്ലാസ് ആദ്യം തന്നെ ഇവിടെ ഇപ്പോൾ ക്ലാസ് സർക്കിൾ ഉണ്ടായിരുന്നു. ആ ക്ലാസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വേരിയബിൾസ് എല്ലാം പ്രൈവറ്റ് ആയിട്ട് ആ ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്താണ് അടുത്ത ക്ലാസ്, അതായത് ഡിറൈവ്ഡ് ക്ലാസ്സിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ബേസ് ക്ലാസ്സിൽ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത്? ആ ആക്സസിബിലിറ്റിക്ക് ഒരു നിയന്ത്രണം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ നിയന്ത്രണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്ന് പബ്ലിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. പബ്ലിക് എന്ന് കൊടുത്താൽ എല്ലായിടത്തും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ആ പർട്ടിക്കുലർ ക്ലാസ്സിനകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ എന്തുണ്ടാവണു? ആ ക്ലാസ്സിലും അതിൻ്റെ അകത്ത് വരുന്ന ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും നമുക്കതിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് എന്നിങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ആക്സസ് സ്പെസിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുക പബ്ലിക്കാണ്. അതായത് ആദ്യത്തെ ക്ലാസ്സിലുള്ള എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പകർന്നു കിട്ടാനായിട്ട് പബ്ലിക്കാണ് ഉപയോഗിക്കാറ്. ഇൻഹെറിറ്റൻസിൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് നമുക്ക് ആ ക്ലാസ്സിനകത്ത് പിന്നെയും കുറേ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ അടുത്ത ക്ലാസ്, പിന്നെ അടുത്ത ക്ലാസ് അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ ആക്സസ് ചെയ്യാനായിട്ട് പ്രൊട്ടക്റ്റഡ് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നു. എന്താണ് ഈ പോളിമോർഫിസം? ഇത് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെയായിട്ട് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിച്ചു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. ആദ്യം ഒബ്ജക്റ്റ്, പിന്നെ ക്ലാസ്, അത് കഴിഞ്ഞ് അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, മോഡ്യൂലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പിന്നെ വരുന്നതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം എന്നത് നമുക്ക് 2 വാക്കുകളിൽ നിന്നാണ് അത് രൂപപ്പെട്ടിട്ടുള്ളത്. പോളി എന്ന വാക്കിനർത്ഥം മെനി എന്നാണ്. മോർഫ് എന്ന് പറഞ്ഞാൽ ഫോംസ്. അതായത് ഒരേ സാധനം പലതരത്തിലായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏരിയ. നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്ന ആ ഒരു സാധനം എല്ലാത്തിനും ഒരുപോലെ വിസ്തീർണം തന്നെയാണ്. പക്ഷേ ഇത് ഓരോ ഷേപ്പിനനുസരിച്ച് അതിൻ്റെ ഫോർമുല വ്യത്യാസമുണ്ട്. നമ്മൾ ഏത് സമവാക്യമാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ഷേപ്പ്, ഓരോ ആകൃതികളുടെയും വിസ്തീർണം കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വ്യാപ്തം, വോളിയുമാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇവിടെ സ്ക്വയറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശമാണ് സ്ക്വയറിൻ്റെ ഫോർമുല നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ. റെക്റ്റാങ്കിൾ ആണെങ്കിലോ നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സർക്കിൾ ആണെങ്കിലോ πr².
ഈ ഫോർമുലകളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം എന്താണ്? ഏരിയ തന്നെയാണ്. അപ്പോൾ ഏരിയ എന്ന സാധനത്തെ പലതരത്തിലായിട്ട് നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെ ആ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ നമ്മൾ പോളിമോർഫിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ സാധനമാണ്, പലതരത്തിലായിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നു. പോളിമോർഫിസത്തിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി, ആൻഡ് മോർഫ്സ് എന്ന് പറഞ്ഞാൽ ഫോംസ്. അപ്പോൾ പലതരത്തിൽ ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഏരിയ ആയാലും വോളിയം ആയാലും എന്താണെങ്കിലും ഓരോ ഷേപ്പിനനുസരിച്ച് നമുക്കത് വ്യത്യസ്തമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ഇവിടെ നോക്കുക, പോളിമോർഫിസത്തെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്നും രണ്ടാമത്തത് റൺ ടൈം പോളിമോർഫിസം എന്നും പറയുന്നു. എന്താണ് ഈ കമ്പൈൽ ടൈം എന്ന് വെച്ചാൽ? ഏതൊരു പ്രോഗ്രാം വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യണം. അതായത് ആദ്യം തന്നെ നമ്മൾ പ്രോഗ്രാം ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോഴാണ് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുക. സാധാരണ എഴുതുമ്പോൾ എല്ലാവരും, ഞാനായാലും നിങ്ങളായാലും വിചാരിക്കുക ഞാൻ എഴുതുന്ന പ്രോഗ്രാം കറക്റ്റാണ്, എനിക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ മനുഷ്യരല്ലേ, നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ വിൻഡോയിൽ, നമ്മളായിരിക്കുന്ന ആ പേജിൽ തന്നെ അടിയിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഏത് ലൈനിലാണ് മിസ്റ്റേക്കുകൾ വെച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാനും പറ്റും. ഇനി കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അവിടെ പോളിമോർഫിസം രൂപപ്പെടുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വേറൊന്നുണ്ടാകുന്നത് റൺ ടൈം പോളിമോർഫിസമാണ്. റൺ ടൈം എന്ന് വെച്ചാൽ എന്താണ്? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് കമ്പൈലേഷൻ കഴിഞ്ഞു, കമ്പൈൽ ചെയ്തു, ആ പ്രോഗ്രാമിൽ ഒരു വിധത്തിലുമുള്ള എറേഴ്സ് ഇല്ല. കമ്പൈൽ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണേ? നമ്മുടെ പ്രോഗ്രാം കോഡ് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് മാറുകയാണ്. ആ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അതിൽ നിന്നും ഔട്ട്പുട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കമ്പൈൽ ടൈമിൽ നമുക്ക് എററൊന്നും ഇല്ല വെച്ചാൽ പിന്നെ റൺ ടൈമാണ്. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. നോർമലി നമുക്ക് റൺ ടൈമിൽ ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ ആ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോൾ ആ പോളിമോർഫിസത്തെ, അതായത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ആ മാറ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് റൺ ടൈം എന്നുള്ളത്. അപ്പോൾ ആ റൺ ടൈം എന്നുള്ള അർത്ഥത്തിലാണ് റൺ ടൈം പോളിമോർഫിസം എന്ന് നമ്മളതിനെ പറയുന്നത്. ഇനി ഈ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട്, ഏർലി ബൈൻഡിങ്. ഇവിടെ റൺ ടൈമിന് പറയുന്ന മറ്റൊരു പേരുണ്ട് ലേറ്റ് ബൈൻഡിങ്. എന്തുകൊണ്ടാണ് ബൈൻഡിങ് എന്നതിന് പറയണത്? അതായത് നമ്മളിതിനെ വർക്ക് ചെയ്യിക്കുമ്പോൾ ആ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത വാല്യൂസ് എന്താണോ അത് വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ലിങ്ക് ചെയ്ത് ആ ലോജിക്കാണ് അവിടെ നമുക്ക് വർക്ക് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ട് ആ ഒരു നമ്മുടെ മെമ്മറിയിൽ ആ വാല്യൂസ് തമ്മിലുള്ള ഒരു ബന്ധം, അതിനെയാണ് ഈ ലിങ്കിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഈ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻ ഓവർലോഡിങ് അതിനുള്ള ഒരു ഉദാഹരണമാണ് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന്. എന്താണ് ഈ ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ? ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫങ്ഷനുകളിൽ ഒരു പാരാമീറ്റർ, അതായത് ഒരു ഇൻറ്റിജർ മാത്രം കൊടുത്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. സ്ക്വയറിൻ്റെയൊക്കെ സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ ഏരിയ. അപ്പോൾ ഒരു സൈഡിൻ്റെ വാല്യൂ കിട്ടിയാൽ മതി, കാരണം രണ്ട് സൈഡിൻ്റെയും എപ്പോഴും മെഷർമെൻറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈഡ് ഇൻറ്റു സൈഡ് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ രണ്ടാമത്തതിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഇൻറ്റിജർ വാല്യൂ കൊടുക്കുന്നു, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് തന്നെയാണ് രണ്ട് സ്ഥലത്തും നമ്മൾ കൊടുത്തിട്ടുള്ള പേര് ഫംഗ്ഷൻ്റെ. ബ്രാക്കറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേൽ ഒരൊറ്റ ഇൻറ്റിജർ വാല്യൂ ഉള്ളൂ, രണ്ടാമത്തേൽ രണ്ട് ഇൻറ്റിജർ വാല്യൂ ഉണ്ട് എന്നുള്ള വ്യത്യാസമാണ് വരുന്നത്. പക്ഷേ പേര് രണ്ടിൻ്റെയും സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരേ പേരിൽ രണ്ട് ഫങ്ഷൻസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫങ്ഷനുകൾക്ക് ഒരേ പേര് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫങ്ഷൻ ഓവർലോഡിംഗ് എന്നുള്ളത്.
അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ ഇത് കമ്പൈൽ ടൈമിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കമ്പൈൽ ടൈമിൽ ഇത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജറാണ് കൊടുത്തതെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ വർക്കാവും, 2 ഇൻറ്റിജറാണ് കൊടുത്തതെങ്കിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ വർക്കാവും. അങ്ങനെ കമ്പൈൽ ചെയ്യണ സമയത്ത് തന്നെ അത് മെമ്മറി തന്നെ അത് താൻ കണ്ടുപിടിച്ച് വർക്ക് ചെയ്യിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ് ഇതിനുള്ള മറ്റൊരു ഉദാഹരണം. എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് നോക്കാം. ഈ ഓപ്പറേറ്റർ ഇപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡഡ് ബൈ, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലസ് എന്നുള്ളത് 2 ഇൻറ്റിജർ വാല്യൂ ആഡ് ചെയ്യാനും ഉപയോഗിക്കാം, 2 ഡെസിമൽ വാല്യൂസ് ആഡ് ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് നമ്പേഴ്സ് ആഡ് ചെയ്യാനും ഈ പ്ലസ് ഓപ്പറേറ്ററിനെ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പർപ്പസുകൾ, അതായത് ഒരു ഇൻറ്റിജർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് വാല്യൂസ് ആയാലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ആഡ് ചെയ്യുന്നതിന് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഓവർലോഡിംഗ് എന്ന വാക്കിന് അർത്ഥം എന്താ? ഒന്നിൽ കൂടുതൽ തവണ നമ്മളിതിനെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഓപ്പറേറ്ററിനെയാണ് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്നതെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, അതുപോലെ തന്നെ ഫംഗ്ഷനെയാണ് ഒന്നിൽ കൂടുതൽ തവണ ഒരേ പേര് കൊടുത്തിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്തിനുള്ള ഉദാഹരണമാണ്? പോളിമോർഫിസത്തിനുള്ള ഉദാഹരണമാണ്. അല്ലെങ്കിൽ പോളിമോർഫിസം ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻ ഓവർലോഡിങ്ങിലും അതുപോലെ തന്നെ നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലും ഉപയോഗിക്കുന്നു. മറ്റൊരു കാര്യം എന്താണ്? നമുക്ക് റൺ ടൈം പോളിമോർഫിസം ഉണ്ട്. എന്താണ് ഈ റൺ ടൈം പോളിമോർഫിസം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് ഇൻറ്റ് എസ് ഒരു സൈഡാണ്, അല്ലെങ്കിൽ ഒരു എസ് എന്നുള്ള വാല്യൂ കൊടുത്തു, റിട്ടേൺ എസ് ഇൻറ്റു എസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എസ് ഇൻറ്റു എസ്, സൈഡ് ഇൻറ്റു സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു കീവേഡാണ്. ആ കീവേഡ് കൊടുക്കുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ആ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ നമ്മളത് ഡിസ്പ്ലേ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് റിട്ടേൺ ചെയ്യുന്നതായിട്ട്, അതായത് അവിടെ നമ്മളൊരു കാര്യം ചെയ്തു നമുക്കൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് ഇൻറ്റ് ഏരിയ ഇൻറ്റ് S1, ഇൻറ്റ് S2. അങ്ങനെ വന്നാൽ എന്താണ്? 2 വാല്യൂ ഉണ്ട്. അപ്പോൾ റിട്ടേൺ S1 ഇൻറ്റു S2. അപ്പോൾ S1 ഇൻറ്റു S2, അതായത് 2 വാല്യൂ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യിക്കുന്നത്. ഇനി മെയിൻ മെത്തേഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏരിയ 5, അതേപോലെ ഏരിയ 7,2. ഈ ഏരിയ 5 എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റ വാല്യൂ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നേരെ അത് ഈ മെത്തേഡിലേക്ക് പോകുന്നു. കാരണം എന്താ? ഒരു വാല്യൂ ഉള്ളത്, ഏത് ഫംഗ്ഷനിലാണോ ഒറ്റ പാരാമീറ്റർ വാല്യൂ ഉള്ളത്, അപ്പോൾ ആ ഫംഗ്ഷനിലേക്ക് അത് പോയിട്ട് അത് വർക്ക് ചെയ്യാണ് ചെയ്യണത്. അതേസമയം ഇവിടെ നമുക്ക് 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. 2 വാല്യൂ കൊടുക്കുമ്പോൾ അതെന്താ ഉണ്ടാവുക? നേരെ 2 വാല്യൂ വരുന്ന പാരാമീറ്റർ ഏതാന്ന് കണ്ടുപിടിച്ച് അതിലേക്കാണ് അത് പോവുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ 7,2 ഇവിടുത്തെ വാല്യൂ ആയിട്ട് മാറി, ഇവിടെ വരുമ്പോൾ 5 ഇവിടുത്തെ വാല്യൂ ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ സംഭവം, അതായത് ഈ പറഞ്ഞ വാല്യൂ ഇവിടേക്ക് പോവുക, അതേപോലെ ഈ പറഞ്ഞ വാല്യൂ ഇവിടേക്ക് പോവുക, ഇത് നടക്കുന്നത് എപ്പോഴും റൺ ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ലേറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം വരുന്ന ചേഞ്ചാണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റ് ബൈൻഡിങ് അഥവാ റൺ ടൈം പോളിമോർഫിസം. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ഈ ഏരിയ 5 അല്ലെങ്കിൽ ഇവിടെ ഏരിയ 7,2 ഇങ്ങനെ കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേര് ഫംഗ്ഷൻ കോൾ. ഇതിനെ പറയുന്ന പേര് ഫംഗ്ഷൻ കോൾ. എന്താണ് അതിനർത്ഥം? നമ്മൾ ഒരു ഫംഗ്ഷൻ മോളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാ ഇവിടെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നു. നമ്മൾ അവിടെ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. എന്താണ് അതിൻ്റെ പർപ്പസ്, എന്താണ് അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലെ ഫോർമുല, ഇതെല്ലാമാണ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുക്കുന്നത്. പക്ഷേ മെയിൻ മെത്തേഡിനകത്താണ് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുക. അതായത് ഏരിയ 5 എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂ ഉള്ള ഫംഗ്ഷൻ എവിടെയാണോ അതിലേക്ക് പോയിട്ട് അത് നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതേപോലെ ഇവിടെ ഏരിയ 7,2 2 വാല്യൂ ഉള്ളത് എവിടെയാണ് നോക്കിയിട്ട് അതിലേക്ക് പോയിട്ട് നമ്മളതിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഫംഗ്ഷൻ
ഫംഗ്ഷൻ കോള് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഈ വാല്യൂ വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഈ 5 എന്ന് പറയുമ്പോൾ ഒറ്റ പാരാമീറ്റർ ഉള്ള വാല്യൂ, 7,2 എന്ന് പറയുമ്പോൾ 2 പാരാമീറ്റർ എന്ന് വെച്ചാൽ എന്താ, നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂസ് S1, S2.